എങ്ങനെയാണ് സഖാവിന് ഈശ്വരവിശ്വാസം ഇല്ലാതായത്? ചോദ്യം കേട്ട സഖാവ് കസേരയിലേക്ക് ചാരിയിരുന്ന് ഒരു നിമിഷം ആലോചനാ നിമഗ്നനായി. പിന്നെ കുനിഞ്ഞിരുന്ന് താഴേക്ക് നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് മാരക അസുഖമായ വസൂരി പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഓലപ്പുര കെട്ടി രോഗിയെ അതിനകത്താക്കും. ആരെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊണ്ടു കൊടുത്താലായി. പലപ്പോഴും രോഗിയുടെ വേദന കൊണ്ടുള്ള നിലവിളി ദൂരെ കേൾക്കുമായിരുന്നു. ദുരിതത്തിന് അവസാനം മരിച്ചാൽ പുരയടക്കം കത്തിച്ചു കളയുകയും ചെയ്യും. ആ ഭീകരത ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ അമ്മയെയും പാടത്തെ ഒരു പുരയിലാക്കി. ഞാൻ അന്ന് നന്നേ ചെറുപ്പം. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അച്ഛൻ പാടത്തെ വരമ്പത്ത് കൊണ്ടുപോകും. ദൂരെ ഒരു ചെറ്റപ്പുര ചൂണ്ടിക്കാണിച്ച് അമ്മ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു തരും. നോക്കിയാൽ പുര മാത്രം കാണാം. അമ്മ ഒരു പക്ഷേ ഓലപ്പഴുതിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. ഒരു നിമിഷം സഖാവ് നിശബ്ദനായി. പിന്നെ തുടർന്നു. കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അച്ഛനോടൊപ്പം തിരിച്ചു പോരും. അമ്മയുടെ അസുഖം മാറാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും അന്ന് അറിയുമായിരുന്നില്ല. പിന്നീട് എപ്പോഴോ അമ്മ പോയി എന്നറിഞ്ഞു. അച്ഛൻ മാത്രമായിരുന്നു പിന്നെ ഏക ആശ്രയം. അച്ഛൻ അമ്മയില്ലാത്ത കുറവ് കാണിക്കാതെ ഞങ്ങളെ നോക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ജ്വരം പിടിപെട്ട് അച്ഛനും മരണക്കിടക്കയിലായി. പേടിച്ച് വിറച്ച് ഉറക്കം വരാതെ ചുരുണ്ട് കിടന്ന് രാത്രി മുഴുവൻ അച്ഛനെയെങ്കിലും തിരികെ തരണേ എന്നറിയാവുന്ന ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കും. പക്ഷേ കുരുന്നുകളായ ഞങ്ങളെയും തനിച്ചാക്കി അച്ഛനും പോയി. അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കേണ്ടെന്ന് തോന്നി. കനലെരിയുന്ന കണ്ണിലെവിടാ കണ്ണുനീർ? കണ്ണേ കരളേ വിയസേ എന്ന ഒരു നൂറ്റാണ്ടിനെ ആവേശം കൊള്ളിച്ച മുദ്രാവാക്യം ഇനിയില്ല. രാഷ്ട്രീയക്കാരിലുപരി രാഷ്ട്രീയത്തോട് അല്പം പോലും താല്പര്യമില്ലാത്തവരെ പോലും ആകർഷിച്ച കേൾവിക്കാരായി അണിനിരത്തിയ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. ജീവിക്കുന്ന അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന് രാഷ്ട്രീയ എതിരാളികൾ ഓമനപ്പേരിട്ട് വിളിച്ച കമ്മ്യൂണിസത്തെ ജീവിതം കൊണ്ട് വരച്ചിട്ട VS എന്ന സമരനായകൻ്റെ വിടവാങ്ങലോടെ അവസാനിക്കുന്നത് ഒരു യുഗം കൂടിയാണ്. കാലമേ, ഇനിയും പിറക്കുമോ ഇതുപോലൊരു വിപ്ലവ സൂര്യൻ?